ലോകത്തെ ഏറ്റവും സുന്ദരിയായ പ്രേതം ഏതാണെന്നറിയാമോ? ഹെലൻ ഓഫ് ട്രോയ്. ലോകത്ത് ഇതുവരെ ഉണ്ടായ ഏറ്റവും സുന്ദരിയായ പ്രേതം, മരിച്ചവരുടെ കാര്യം പറയാണ്, ഹെലൻ ഓഫ് ട്രോയ്. അവരുടെ പേരിലാണ് മഹായുദ്ധങ്ങൾ നടന്നു. മഹായുദ്ധങ്ങൾ. Vast is the face that lost 1,000 ships and burned the topmost towers of Helium എന്ന് അവരെ നരകത്തിൽ നിന്നും കൊണ്ടുവന്നു ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന മഹാമാന്ത്രികൻ, ആഭിചാരകൻ. അതാണ് ലോകത്തെ ഏറ്റവും വലിയ ജർമ്മൻകാരനായിട്ടുള്ള ജീവിച്ചിരുന്ന ആളാണ്. ഇതിഹാസമാണിപ്പോൾ. ആ മുഖം കണ്ടിട്ടാണ് ഈ പ്രേതത്തെ കൊണ്ടുവന്ന ഡോക്ടർ ഫോസ്റ്റസ് സന്തം വിട്ട് നോക്കിയെന്നിട്ട് പറയുകയാണ്, ക്രിസ്റ്റഫർ മാർലോയുടെ നാടകമാണ്, ഷേക്സ്പിയറുടെ സമകാലികനായ ക്രിസ്റ്റഫർ മാർലോ നാടകമാണ് ഡോക്ടർ ഫോസ്റ്റസ്. വാസ്റ്റ് ഇസ് ദ ഫേസ് ദാറ്റ് ലോസ്റ്റ് 1,000 ships. ആയിരക്കണക്കിന് കപ്പലുകൾ ഇറക്കുകയും നശിപ്പിക്കുകയും ചെയ്ത മുഖമാണോ ഇത് യുദ്ധത്തിൽ? ആൻഡ് ബേൺ ദ ടോപ്ലെസ് ടവേഴ്സ് ഓഫ് ഹീലിയം. ഹീലിയത്തിന്റെ ആകാശചുംബിയായ ഗോപുരങ്ങളെ കത്തിച്ചത് ഈ മുഖമാണോ? കം ഹെലൻ കം, മേക്ക് മീ ഇമ്മോർട്ടൽ വിത്ത് എ കിസ്. Thou art fairer than the evening air, clad in the beauty of 1,000 stars. ഞാൻ മലയാളം പറയണ്ട, എല്ലാവർക്കും അറിയാം. അവസാനം ചുംബിച്ചു. ഡോക്ടർ ഫാസ്റ്റസിന്റെ കഥ കഴിഞ്ഞു. കഥ കഴിയാതെ നോക്കിക്കോളൂ, പ്രേതങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. വിശ്വസായത് 2 മഹത്തായ പുസ്തകങ്ങളുണ്ട്. ജർമ്മൻ മനീഷയായിരുന്ന ഗെയ്ഥയുടെ ഫോസ്റ്റസ്. അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ BA സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ഞങ്ങൾ പഠിക്കാൻ പുസ്തകം ഉണ്ടായിരുന്നു. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ ഷേക്സ്പിയറുടെ സമകാലികനായിരുന്ന മാർലോ വേഗം മരിച്ചുപോയി. ജീവിച്ചിരുന്നെങ്കിൽ ഷേക്സ്പിയറെ എക്സൽ ചെയ്യുന്ന നിരൂപകമായി പറയുന്നു അദ്ദേഹത്തിന്റെ ഡോക്ടർ ഫാസ്റ്റസ്. സാർ, നിസ്സാരമായ കാര്യങ്ങളിലല്ല. മുമ്പ് നിങ്ങൾ ഭരിച്ചപ്പോഴും രാജപ്രമുഖന്റെ കാലത്തും കഴിഞ്ഞവണ്ണം ഞങ്ങൾ ഭരിച്ചപ്പോഴും നിങ്ങളുടെ മുൻഗാമികളടക്കം നിസ്സാരമായ കാര്യമല്ല. ശ്രീ കാർത്തികേയൻ ബഹുമാനപ്പെട്ട സ്പീക്കർ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇനിയൊന്നും തൊട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ചെറിയ ഭേദഗതി ആലോചിച്ചു, അത്രയേ ഉള്ളൂ. വേണുഗോപാൽ പോലും തൊട്ട് കളിച്ചില്ല. ചെറിയൊരു ഭേദഗതി. നിങ്ങൾ തൊട്ട് കളിക്കുകയാണ്. നിങ്ങൾ പ്രേതങ്ങളെ വിളിച്ചുണർത്തുകയാണ്. ഞാൻ ഈ നാട്ടിന്റെ മൊത്തം മനസാക്ഷിക്ക് വേണ്ടി രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ ശ്രീ കോടിയേരി പറഞ്ഞതുപോലെ മാത്രം നിങ്ങളിത് മാറ്റിവെക്കുക. പിൻവലിക്കണമെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. നിങ്ങൾ മാറ്റിവെക്കുക, അതാണ് നല്ലത്.